ഇസ്രയേലി വംശജനായ എഴുത്തുകാരൻ അവി സ്റ്റെയിൻബർഗ് തന്റെ ഇസ്രയേൽ പൗരത്വം ഔദ്യോഗികമായി ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചു. കുടിയേറ്റക്കാരുടെ കൊളോണിയലിസത്തിന് നിയമസാധുത നൽകിയ ഇസ്രയേൽ പൗരത്വം എപ്പോഴും വംശഹത്യയുടെ ഉപകരണമായിരുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. ഇസ്രയേൽ പൗരത്വം നമുക്ക് അറിയാവുന്ന ഏറ്റവും മോശമായ അക്രമ കുറ്റകൃത്യങ്ങളെ മുൻനിർത്തിയാണ്. ആ കുറ്റകൃത്യങ്ങളെ വെള്ളപൂശാൻ ഉദ്ദേശിച്ചുള്ള നുണകളുടെ ആഴം കൂടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1948 സ്വാതന്ത്ര്യ പ്രഖ്യാപനം, 1950 റിട്ടേൺ നിയമം, 1952 പൗരത്വ നിയമം എന്നിവയുൾപ്പെടെ കൊളോണിയലിസത്തിനും വിവേചനത്തിനും നിയമസാധുത നൽകിയ ഇസ്രയേൽ സ്ഥാപിതമായതിനെ തുടർന്ന് പാസാക്കിയ നിരവധി നിയമങ്ങൾ സ്റ്റെയിൻബർഗ് ഉദ്ധരിച്ചു. 1948 നെക്കുബയിൽ ഇസ്രയേൽ സൈന്യം ഏകദേശം 80% ഫലസ്തീൻ ജനതയെ അവരുടെ മാതൃരാജ്യത്തു നിന്ന് പുറത്താക്കിയപ്പോൾ അന്താരാഷ്ട്ര അംഗീകാരം നേടാൻ കുടിയേറ്റക്കാർ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നിയമങ്ങൾ. ഇവ വ്യാജമാണെന്നും സ്റ്റെയിൻബർഗ് പറഞ്ഞു. ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതിന്റെ തലേ ദിവസമാണ് പൗരത്വം ഔപചാരികമായി ഉപേക്ഷിക്കാനുള്ള പേപ്പറുകളുമായി ഒരു ഇസ്രയേലി കോൺസുലേറ്റിലേക്ക് സ്റ്റെയിൻബർഗ് പോകുന്നത്. ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുടെ എണ്ണം എടുക്കുകയും അവരുടെ പ്രിയപ്പെട്ടവരുടെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുകയും ചെയ്യുമ്പോൾ ബോസ്റ്റൺ കോമണിലെ കുളത്തിനരികിൽ ഇസ്രയേൽ കോൺസുലേറ്റിലെ ഓഫീസ് ജീവനക്കാർ വിശ്രമിക്കുകയായിരുന്നു എന്ന് ആ ദിവസത്തെ സ്റ്റെയിൻബർഗ് ഓർത്തെടുക്കുന്നുണ്ട്. 1948 യുദ്ധം അവസാനിപ്പിച്ച് 1949 യുദ്ധവിരാമ കരാറുകൾ ഒപ്പുവെച്ച് മാസങ്ങൾക്കുള്ളിൽ സയനിസ്റ്റ് കുടിയേറ്റക്കാർ അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ തദ്ദേശീയരായ ഫലസ്തീൻ ജനതയുടെ 3/4 ഭാഗത്തെയും കൂട്ടക്കൊല ചെയ്യാനും പുറത്താക്കാനും തുടങ്ങിയിരുന്നു. സൈനികവൽക്കരിക്കപ്പെട്ട പട്ടാള ഭരണകൂടം സുരക്ഷിതത്വത്തിനുള്ള വഴി തേടുകയായിരുന്നു. പൂർവിക ഗ്രാമങ്ങളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഫലസ്തീനുകൾ ഒരിക്കലും മടങ്ങി വരില്ലെന്ന് ഉറപ്പാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. 500-ലധികം ഫലസ്തീൻ ഗ്രാമങ്ങളും നഗരങ്ങളും ആ വർഷത്തിനുള്ളിൽ തന്നെ പൊള്ളയായി മാറിയിരുന്നു. ഇപ്പോൾ അവയെ ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി മായ്ക്കാനുള്ള സമയമായി. പൗരത്വം പിൻവലിക്കാനുള്ള അപേക്ഷ നൽകിക്കൊണ്ട് സ്റ്റെയിൻബർഗ് ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: തന്നെ പോലെ ഇസ്രയേൽ പൗരത്വം ഉപേക്ഷിക്കാൻ മനസ്സുള്ളവർ മുന്നോട്ട് വരണമെന്നും ഫലസ്തീൻ നേതൃത്വം നൽകുന്ന ചെറുത്തുനിൽപ്പിനൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഭാവിയല്ല, ഫലസ്തീൻ സ്വതന്ത്രമാക്കപ്പെടുമെന്നും സ്റ്റെയിൻബർഗ് പറഞ്ഞു. ജെറുസലേമിൽ അമേരിക്കൻ മാതാപിതാക്കളുടെ മകനായി ജനിച്ച് തീവ്ര ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ വളർന്നയാളാണ് അവി സ്റ്റെയിൻബർഗ്. 1993 അദ്ദേഹത്തിന്റെ കുടുംബം US-ലേക്ക് തിരികെ പോവുകയായിരുന്നു. താൻ വളർന്ന വീട് ഫലസ്തീൻ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് സ്റ്റെയിൻബർഗ് പിന്നീട് തിരിച്ചറിഞ്ഞിരുന്നു. ഈ വീട്ടിലുള്ളവരെ ജോർദാനിലേക്ക് ആക്രമണത്തിലൂടെ പുറത്താക്കുകയും അവരെ തിരിച്ചു വരുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തതാണ്. ജൂതന്മാരുടെ നേതൃത്വത്തിലുള്ള ഫലസ്തീൻ അനുകൂല സംഘടനകളിൽ ചേരുകയോ സ്ഥാപിക്കുകയോ ചെയ്യുന്ന ഇസ്രയേലിന്റെ നടപടികളെ വിമർശിക്കുന്ന ജൂത അമേരിക്കക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സ്റ്റെയിൻബർഗിന്റെ അഭിപ്രായ പ്രകടനം. ഫലസ്തീനുകളെ പിന്തുണയ്ക്കുന്ന ജൂതന്മാരുടെ നേതൃത്വത്തിലുള്ള 2 ഗ്രൂപ്പുകളായ ജൂയിഷ് വോയിസ് ഫോർ പീസ്, ഇഫ് നോട്ട് നൗ എന്നിവയ്ക്കൊപ്പം ചിക്കാഗോയിൽ നടന്ന ഫലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് ഇദ്ദേഹത്തെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. യഹൂദ മതവുമായോ ജൂത ചരിത്രവുമായോ സയനിസത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി.